നമസ്കാരം. മോദിക്ക് മുൻപുള്ള ഇന്ത്യയും മോദിക്ക് ശേഷമുള്ള ഇന്ത്യയും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്. അത് ദർശനത്തിലും വികസനത്തിലും ആഗോള പ്രതിഷ്ഠയിലും ജനങ്ങളുടെ ആത്മവിശ്വാസത്തിലും അങ്ങനെ തന്നെ. ദശാബ്ദങ്ങളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ത്യയെ അഴിമതി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഭരണ അശക്തി എന്നിവയാൽ കടുത്ത ദാരിദ്ര്യത്തിലാക്കി. അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ പുരോഗതി നിലച്ചുപോയി. സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷകൾ പോലും വറ്റിപ്പോയി. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു പുതിയ ദർശനമായിരുന്നു. ഇന്ത്യയെ പുനർനിർമ്മിക്കാനുള്ള, അതും രാഷ്ട്രീയപരമായി മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികപരമായും ആഗോളപരമായും വരെ ഇന്ത്യയെ പുനർനിർമ്മിക്കാനുള്ള പുതിയ വഴികൾ അദ്ദേഹം വെട്ടി. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിർജീവമായി മാറിയിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ പോലും വൈകിയ പദ്ധതികളും അനാവശ്യ ചട്ടക്കൂടുകളും നിറഞ്ഞു നിന്നു. 2G, കോൾ, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ അഴിമതി കേസുകൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ തകർത്തു. രാഷ്ട്രീയക്കാരും ഇടനിലക്കാരും രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുമ്പോൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരായി. യുവാക്കൾ തൊഴിലില്ലാതെ അലഞ്ഞു നടന്നു. കോൺഗ്രസിന്റെ ഭരണരീതി മുദ്രാവാക്യങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ഭരണം മാത്രമായിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഹാലിളകിയ കോൺഗ്രസുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. മുഴുവൻ രാജ്യങ്ങളും കൈയടിച്ച ഇന്ത്യയുടെ പല പദ്ധതികളിലും, ഓപ്പറേഷൻ സിന്ധൂരിൽ പോലും ഇന്ത്യയെ താറടിച്ചു കാണിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് മോദി. ബീഹാറിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീപ്പൊരി പ്രസംഗമാണ് കാഴ്ചവെച്ചത്. പാകിസ്ഥാനൊപ്പം കോൺഗ്രസും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഞെട്ടലിലാണെന്നും പ്രതിപക്ഷം ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. സീറ്റ് വിഭജനത്തിനെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയുണ്ടെന്നും പ്രകടന പത്രികയിൽ പോലും ചർച്ച നടന്നിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. RJD കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം കവർന്നെടുത്തത് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നവരെ വോട്ടർമാർ എങ്ങനെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദ്യം പറഞ്ഞു. ബീഹാറിലെ അറായിൽ നടന്ന NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലായിരുന്നു മോദിയുടെ വിമർശനം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ രാജ്യം അഭിമാനത്തിലായിരുന്നു എന്നും, പക്ഷേ കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷിയായ RJDക്കും ആ വിജയം ഇഷ്ടമായില്ല എന്നും പറഞ്ഞ അദ്ദേഹം, സ്ഫോടനങ്ങൾ ഉണ്ടായത് പാകിസ്ഥാനിലാണെങ്കിലും ഉറക്കമില്ലാത്ത രാത്രികൾ കോൺഗ്രസ് രാജകുടുംബത്തിലായിരുന്നു എന്നും, പാകിസ്ഥാനും കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നും തുറന്നടിച്ചു. കോൺഗ്രസിന്റെ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടിയുള്ള തോന്നിവാസത്തിന്റെ ആണിക്കല്ല് വലിച്ചൂരിക്കൊണ്ട് മോദി ഉറക്കെ ശബ്ദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഗർവിന്റെ കൊമ്പൊടിഞ്ഞു തൂങ്ങി. പ്രവർത്തനത്തിലൂടെയാണ് വിശ്വാസം നേടേണ്ടതെന്ന് വിശ്വസിച്ച നേതാവ്, അതാണ് മോദി. മോദി വന്നു കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ മുഖഛായ മാറി തുടങ്ങി. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ജനങ്ങളിലെ ആത്മവിശ്വാസം ഉയർത്തി. വൈദ്യുതി കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ പ്രകാശിതമായി. ഹൈവേകളും റോഡുകളും ദൂരഗ്രാമങ്ങളിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടു. ടോയ്ലറ്റുകൾ, ഗ്യാസ് കണക്ഷനുകൾ, വീട് പദ്ധതികൾ തുടങ്ങി അനവധി പരിപാടികൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ അതിവേഗം ഉയർന്നു. വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറി. ആഗോളതലത്തിൽ മോദി ഇന്ത്യയുടെ അഭിമാനം പുനഃസ്ഥാപിച്ചു. ലോക നേതാക്കൾ ഇന്ത്യയെ ബലവാനായ നിർണായകമായ രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ശക്തമായി മുഴങ്ങി. അമേരിക്ക മുതൽ മധ്യപൂർവ്വ ദേശം വരെ മോദിയുടെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും സമാധാനപ്രിയമായിട്ടും ശക്തമായ രാഷ്ട്രമായും ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലും കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കുന്നതിനു പകരം മോദിയെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിച്ചത്. അവരുടെ വിമർശനങ്ങൾക്ക് ദർശനമോ മാർഗനിർദ്ദേശമോ ഇല്ലായിരുന്നു. മോദി രാജ്യനിർമ്മാണത്തിനായി പകലും രാത്രിയും പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് ആഭ്യന്തര സംഘർഷങ്ങളിലും പ്രചരണ കളികളിലും മുഴുകി. അധികാരം തിരിച്ചുപിടിക്കാനുള്ള അത്യാഗ്രഹം അവരെ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടവരാക്കി. ഇന്ന് ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു. സ്വയം പര്യാപ്തമായ, ആത്മവിശ്വാസമുള്ള, ലോകം ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രമായി. ഇത് കോൺഗ്രസിന്റെ മന്ദഗതിയിലുള്ള ഭരണത്തിന്റെ ഇന്ത്യയല്ല, മോദിയുടെ പ്രഗത്ഭമായ നേതൃത്വത്തിന്റെ ഇന്ത്യ. വ്യത്യാസം വ്യക്തമാണ്. കോൺഗ്രസ് ഇന്ത്യയെ അധികാര വേദിയായി കണ്ടപ്പോൾ മോദി അതിനെ സേവന മിഷനായി കണ്ടു.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച